ചില കഥകൾ വെറുമൊരു വിജയത്തിൻ്റെതല്ല, അത് കാലം കാത്തുവെക്കുന്ന ചില കാവ്യനീതികളുടെ പൂർത്തീകരണമാണ്. ഇതാ ഫുട്ബോൾ ലോകം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പന്താട്ടത്തിന് അമേരിക്കൻ മണ്ണിൽ സാക്ഷ്യം വഹിക്കാൻ പോകുവാണ്. ഇത് ഒരു മനുഷ്യൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിലേക്ക് ആ മനുഷ്യനെ ഹൃദയത്തിലേറ്റുന്ന ഒരു കൂട്ടം സിംഹക്കുട്ടികൾ കനക കിരീടവുമായി നടന്നു കയറുന്നതിന്റെ കഥയാണ്. അതെ, 2026 ലോകം കാണാൻ പോകുന്ന പോർച്ചുഗൽ വിപ്ലവത്തിന്റെ കഥ. ആവേശഭരിതവും വേഗതയുമേറിയ ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകം തുറന്നാൽ പോർച്ചുഗൽ എപ്പോഴും പ്രതിഭകളുടെ വിളംബരമായിരുന്നു. കറുത്തമുത്ത് യുസേബിയോ തൊട്ട് മാന്ത്രികൻ ലൂയിസ് ഫിഗോയും ഡെക്കോയും കാൽപന്ത് കൊണ്ട് മാന്ത്രികത തീർത്തവർ. പക്ഷെ പ്രതാപമുണ്ടായിരുന്ന പല കാലങ്ങളിലും അവർക്ക് കുറവുകളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ പ്രതിരോധത്തിലെ പാളിച്ചകൾ, ചിലപ്പോൾ മധ്യനിരയിലെ ക്രിയേറ്റിവിറ്റികളുടെ കുറവ്. എന്നാൽ ഇന്ന് 2026 ആ കുറവുകളൊക്കെ ഭയങ്കരയാണ്. ഇന്ന് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ തങ്ങളുടെ കരിയറിൽ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന, കളി ജയിപ്പിക്കാൻ കഴിവുള്ള പടയാളികളാണ് ചുവപ്പും പച്ചയും ജേഴ്സി അണിയാൻ കാത്തിരിക്കുന്നത്. നമുക്ക് പ്രതിരോധ കോട്ടയിൽ നിന്ന് തന്നെ തുടങ്ങാം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളായി പ്രീമിയർ ലീഗിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഡിഫൻഡറായി നിലകൊള്ളുന്ന റൂബൻ ഡയസ്. ടാക്കിളിന്റെ കൃത്യതയും കളി ലീഡ് ചെയ്യാനുള്ള കഴിവും കൊണ്ട് അയാൾ നയിക്കുന്ന ഡിഫൻസിനെ ഭേദിക്കുക എതിരാളികൾക്ക് അസാധ്യം തന്നെയാകും. അവർക്കൊപ്പം PSG-യുടെ ശക്തനായ ന്യൂനോ മെൻഡസ് ഇടതുവിങ്ങിൽ വേഗതയുടെ കൊടുങ്കാറ്റ് തീർക്കും. തന്റെ കരിയറിൽ മധ്യത്തിൽ നിൽക്കുന്ന മെൻഡസിന്റെ ഓവർലാപ്പുകളും റണ്ണുകളും ഏതൊരു പ്രതിരോധത്തെയും കീഴടക്കാൻ പോകുന്നതാണ്. അതയാൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിശ്വസൻ ഡിയാഗോ ഡാലോട്ടും ബാസോയുടെ ക്യാൻസലറും സമയത്തിന് കൂടിയാകുമ്പോൾ പോർച്ചുഗലിന്റെ കോട്ടയ്ക്ക് കാവൽ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫുൾബാക്കുകളാണ്. ഡയസിനൊപ്പം പോർട്ടോ ഇനാസിയോയും ഫിക്കയുടെ തോമസ് അവാറയും യാറിന്റെ വീഗയും ഇതെല്ലാം മറികടന്നു ചെന്നാൽ അവർക്ക് മുന്നിൽ പോർട്ടോയുടെ അമാനുഷ്യമായ ഗോൾ കീപ്പർ, പലവട്ടം പോർച്ചുഗലിനെയും റൊണാൾഡോയെയും രക്ഷിച്ച ഡിയാഗോ കോസ്റ്റ എന്ന വൻമതിലൂടെ ജോസോയും ലൂയിസിനെയും ഇനി ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ മധ്യനിര. അവിടെയാണ് പോർച്ചുഗലിന്റെ തന്ത്രങ്ങളെല്ലാം ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ക്രിയേറ്റീവായ മിഡ്ഫീൽഡർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒറ്റയ്ക്ക് തൊഴിലെത്തുന്ന ബ്രൂണോ ഫെർണാണ്ടസ്. തന്റെ കരിയറിലെ ഏറ്റവും പീക്ക് ഫോമിലാണ് ഇന്നയാളുള്ളത്. എതിരാളികളുടെ കോട്ട തകർക്കാൻ ശക്തിയുള്ള ബ്രൂണോയുടെ ഓരോ ക്രോസും ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ആയുധം തന്നെയാവും. ഒപ്പം സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും ഒരു നൃത്തം പോലെയാക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാർഡോ സിൽവ. ഇന്ന് ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ആരാണെന്ന് ചോദിച്ചു പലരുടെയും ഉത്തരം ചെന്ന് നിൽക്കുന്നത് അവർ ഒറ്റ പേരിലായിരിക്കും. പന്തടക്കം കൊണ്ട് ആരാധകരുടെ ഹൃദയത്തിൽ കയറിക്കൂടിയ മാന്ത്രികൻ, ഒരു കളിയെ മനോഹരമായി നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, കണ്ടിരിക്കുന്നവർ പോലും ആരാധകനായി പോകും. അതെ, വിറ്റിനോ. PSG-യുടെ കളി നിയന്ത്രിക്കുന്ന വിറ്റിനെയും കൂടി ചേരുമ്പോൾ പോർച്ചുഗൽ ഒരു അജയ്യമായ പറുപ്പാസായി മാറും. കൂടെ അയാളുടെ താളത്തിനൊപ്പം മണപ്പെരുത്തം കൊണ്ട് കളിമേനയുന്ന താരം ജാവോ നവസ്, പിന്നെ റൂബൻ നവസും സാമി ഹുസൈൻ. ഇനി അങ്ങ് അറ്റാക്കിലാണ് കളി. അറ്റാക്കിലോട്ട് വരുമ്പോൾ AC മിലാന്റെ സുൽത്താൻ റാഫേൽ തന്റെ കരിയറിൽ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറുകളിലൂടെയുള്ള അയാളുടെ അസാധ്യമായ വേഗതയും സ്കില്ലുകളും ട്രിപ്പിളും വേഗതയും കൂടുമ്പോൾ ഡിഫൻഡർമാർ ഒന്ന് പതറും. ഒപ്പം കളി മാറ്റാൻ കൽപ്പുള്ള ചെൽസിയുടെ പെട്രോ നെറ്റോ. എപ്പോൾ വേണമെങ്കിലും ഗോളടിക്കാൻ കാത്തു നിൽക്കുന്ന യുവ ഗോൾ മെഷീൻ ഗോൺസalo റാമോസ്. കൂടെ ജാവോ ഫെലിക്സും ഡ്രിങ്കാവോയും കാൻസോയും ഗുണ്ടസും എന്തിന് കോൺസിസ്കാവോയും. എന്നാൽ ആരാധകരുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ കഥയുടെ ജീവനും ആത്മാവുമായ ഒരു പേര് കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതെ, കരിയറിന്റെ അവസാന ഘട്ടത്തിലും അടങ്ങാത്ത ഗോൾദാഹവുമായി നിൽക്കുന്ന ഒരു 41-കാരൻ. അദ്ദേഹത്തിന്റെ വേഗത കുറച്ചിട്ടുണ്ടാകും, പക്ഷേ ബോക്സിനുള്ളിലെ അയാളുടെ പൊസിഷനും ഒരു ഹാഫ് ചാൻസ് പോലും ഗോളാക്കി മാറ്റാൻ പറ്റുന്ന അയാളുടെ ക്ലിനിക്കൽ ഫിനിഷിങ്ങും ഇന്നും ലോകത്തിലെ 1-ാം നമ്പർ തന്നെയാണ്. തന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് നിരയെ ഭരിക്കുന്ന ദ കിങ് മേക്കർ അയാൾ തന്നെയാണ്.
2006 ഒരു 19-കാരന്റെ കണ്ണുനീരിൽ നിന്നും തുടങ്ങിയതാണ് പോർച്ചുഗലിന് വേണ്ടിയുള്ള ഈ യാത്ര. ആ കണ്ണുനീർ ഇന്നും വറ്റിയിട്ടില്ല. തന്നെ പരിഹസിച്ചവർക്കും അഹങ്കാരി എന്ന് വിളിച്ചവർക്കും മുന്നിൽ ഈ ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും വലിയ സിംഹാസനം കീഴടക്കാനാണ് അയാളുടെ ഈ അവസാനത്തെ വരവ്. പോർച്ചുഗൽ ടീം റൊണാൾഡോയെ മാത്രം ആശ്രയിക്കുന്നു എന്നല്ല, നേരെ മറിച്ച് റൊണാൾഡോ എന്ന ഇതിഹാസത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പുതിയ തലമുറയുടെ പടയോട്ടമാണ്. ബ്രൂണോയും സിൽവയും ജാവോയും മെൻഡസും ഇന്ന് ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരാണ്. അവർക്കിനി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, തങ്ങൾക്ക് ഫുട്ബോളിന്റെ ബാലവാലങ്ങൾ പഠിപ്പിച്ച തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനമായ ആ മനുഷ്യന് എത്രയും മനോഹരമായ ഒരു യാത്രയയപ്പ് നൽകുക. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 2026 വേൾഡ് കപ്പ് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഇടയ്ക്ക് അമേരിക്കൻ ആകാശത്തിൻ്റെതായ കോടി ആരാധകരുടെ പ്രാർത്ഥന സഫലമാക്കിക്കൊണ്ട് ആ കനക കിരീടം റൊണാൾഡോ തന്റെ കൈകളിലോട്ട് ഉയർത്തുന്ന ആ നിമിഷം, തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് മുത്തം നൽകുന്ന ആ കാഴ്ച, ആനന്ദ കണ്ണീരോടെ കളിയിലെ എല്ലാ ചെറുപ്പക്കാരും ആ 41-കാരനെ തോളിലേറ്റുന്ന കാഴ്ച, അത് ഒരു ചരിത്രത്തിന്റെ പൂർണ്ണത തന്നെയായിരിക്കും. കാൽപന്തിനെ സ്വന്തം ജീവിതം കൊണ്ട് നീതി പുലർത്തിയ ആ മനുഷ്യനെ ഫുട്ബോൾ ദൈവം കാത്തുവെച്ച ഒരു മഹത്തായ സമ്മാനം കൂടിയായിരിക്കും. അതെ, ആ സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. റൊണാൾഡോയും അദ്ദേഹത്തിന്റെ പോർച്ചുഗൽ പടയും ചരിത്രത്തിലോട്ട് നടന്നു കയറുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും. ഇനി വരാനിരിക്കുന്നതെല്ലാം കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചു കൊണ്ട് തന്നെ ആയിരിക്കണം. അല്ല, ആയിരിക്കും. ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയില്ല. പക്ഷേ ദൈവത്തിന്റെ മാലാഖക്കൂട്ടങ്ങൾക്കിടയിൽ അയാളുടെ പോർച്ചുഗലും അയാളുടെ എല്ലാമായ റൊണാൾഡോ കിരീടം ഉയർത്തുന്നതും ആനന്ദലഹരി പോർച്ചുഗൽ ജനതയും നിറഞ്ഞാടുന്ന നേരവും കാത്ത് വിധിയുടെ ഒടുക്കത്തെ നാശത്തിനായി അയാൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതെ പ്രിയപ്പെട്ട ജോട്ട, നിന്റെ ആത്മസംതൃപ്തി ഞങ്ങളുടെ സത്യമാണ്. അത് നേടി തന്നെ നിന്നെ പൂർണ്ണമായി ഞങ്ങൾ യാത്ര അയക്കുകയുള്ളൂ. Cristiano Ronaldo, a winner once again. That sees them celebrate.